ഹലോ ഗൈസ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ കണ്ണു തുറന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെന്ററിലേക്കാണ് നമ്മൾ നടന്നത്. പതിവ് കാഴ്ച തന്നെയായിരുന്നു, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ 2 ചായ എടുത്തു. പിന്നെ ഞാൻ നോക്കിയത് ബ്രെഡിലേക്കാണ്. അങ്ങനെ ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ടോസ്റ്റ് ചെയ്യാനുള്ള ടോസ്റ്റ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടുള്ള പാവോയും ചീസും ഒക്കെ എടുത്തു. ഈ ചായന് കുറച്ചുകൂടി ഇഷ്ടം സാൻഡ്വിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും എനിക്ക് വേണ്ടിയിട്ടുള്ള പല ഫ്ലേവറിലുള്ള ജാമും എടുത്തു. ഇന്ന് ഔട്ട്ഡോർ പോയിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. കാലാവസ്ഥ കുറച്ചധികം മോശമായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ നമുക്ക് യാത്ര പോകേണ്ടതാണ്. ചെറുതായിട്ട് എനിക്ക് ജലദോഷം വന്നു തുടങ്ങിയായിരുന്നു. കാറ്റടിച്ച് അത് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇന്നലെ യാത്ര പോയതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിട്ടു മാറിയിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് നന്നായിട്ടൊന്നും ഉറങ്ങാനും പറ്റിയിട്ടില്ല. എന്തായാലും ഓടിപ്പടിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പോകണം. ഇന്ന് എവിടേക്കാ പോകേണ്ടതെന്നുള്ളതൊന്നും പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിന്നാൽ മാത്രം മതി. ഇച്ചായൻ ആദ്യമേ തന്നെ തീറ്റ തുടങ്ങി. സമയം ഇനി ഒട്ടും കളയാനില്ല. ഇന്നലത്തെ യാത്രയുടെ ക്ഷീണം വിട്ടു മാറിയിട്ടില്ലെങ്കിലും വേഗം ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണം അങ്ങോട്ട് പോകും തന്നെ വിചാരിക്കുകയാണ് ഞങ്ങൾ. സാൻഡ്വിച്ച് പ്രിയനായ അച്ഛൻ ഇന്ന് എന്തോ ബ്രെഡിൽ ജാം തേച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ അത് ഇരുന്ന് കഴിച്ചു. ഇന്നലത്തെ യാത്ര വളരെ അടിപൊളിയായിരുന്നെങ്കിലും ശരീരം മൊത്തം നീരും സൺടാനൊക്കെ അടിച്ച് മാക്കാച്ച് പോലെ മൊത്തം സൺടാൻ അടിച്ച് കോക്കാച്ചി പോലെ ആയിട്ടുണ്ട്. പിന്നെ സൺടാൻ അടിച്ചത് എവിടെയാ കാണിച്ചു കൊടുക്കുക? ഇവിടുത്തെ കളർ ഉണ്ടോ? ഫോണിൽ കാണാൻ പറ്റണ്ട? ശരിക്കും ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വയറ് നിറഞ്ഞതിൽ അപ്പുറമായിരുന്നു എനിക്കിത്. എന്നെ പൊക്കിയതാണോ താത്തി കെട്ടിയതാണെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്യാമ്പിലാണ്, ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ്. പക്ഷേ ഇതൊരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പിൻ്റെ പ്രതീതിയാണ് നമുക്ക് നൽകുന്നത്. ഇതാണ് ഫ്രണ്ട് ഏരിയ. ഈ ഫ്രണ്ട് ഏരിയ വന്നിട്ട് ഇവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ റിസപ്ഷൻ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടുക്കള തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് നമുക്ക് കാറ്റൊക്കെ കൊള്ളണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഏരിയ ആണ്, ഗസ്റ്റ് ഏരിയ എന്നൊക്കെ പറയും. ആ ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ നടന്നു വരുന്ന വഴിക്ക്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർഫിൻ്റെ റൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഫുഡ് ഓൾറെഡി നമ്മൾ കഴിച്ചതാണ്. വി ഹാവ് ഇറ്റ്. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുക്കാം. നമുക്കിങ്ങനെ നിരത്തി വെച്ചേക്കാണ്, ഇഷ്ടം പോലെ ഫുഡ് എടുക്കാം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണി തുടങ്ങി 10:15 വരെയുള്ളൂ നമുക്ക് ഫുഡിൻ്റെ സമയം. ആൻഡ് ഇനി നമ്മൾ അങ്ങടേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പൂളുണ്ട് ആൻഡ് എല്ലാം കൂടി ഉണ്ട്. നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂള് ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഒരു രാവിലെ 8 മണിക്ക് ഓപ്പൺ ആക്കും. രാവിലെ 8 മണിക്ക് ഓപ്പൺ ആക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് 8 മണിയാകുമ്പോൾ പൂള് ക്ലോസ്ഡ് ആക്കും. ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ന് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ സൗകര്യം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ഇച്ചാനോട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാമായിരുന്നു. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം. കാരണം ഒരുപാട് ഹോസ്റ്റലായതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ ഫുഡിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കളിക്കാനായിട്ടുള്ള സംഭവമുണ്ട്. ഇവിടെ ചെറിയൊരു പണ്ട് ഇവിടെ ആയിരിക്കും കിച്ചണായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ കിച്ചണിൻ്റെ രീതിയിലൊക്കെ ഓവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാനായിട്ടൊക്കെ ഉള്ള അപ്പൊ ഇവിടെ ആയിരിക്കും. വാവ്. ഈ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഹോസ്റ്റൽ പോലെ തന്നെയാണ് നിരത്തി പിടിച്ച് ഇതേ മോഡൽ തന്നെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഇതെടുത്തിട്ട് അവർക്ക് ഹോസ്റ്റലാക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചിലതിലൊക്കെ പെയിന്റിങ്സ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഹോസ്റ്റൽ ഏതാണ്. എല്ലാത്തിലും ഇതേപോലെ തന്നെ ആ ഒരു പ്രദേശം മൊത്തം ഇവരുടെ ഹോസ്റ്റലാണ്. ഈ ഒരു പ്രദേശവും പിന്നെ അതുപോലെ തന്നെ
അപ്പുറം ഇവിടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന 61-ലാണെങ്കിൽ 141 അങ്ങനെ പറഞ്ഞ് ഒരുപാടുണ്ട്. നമ്മുടെ ഇപ്പറേ ഇതുപോലെ തന്നെ ബിൽഡിങ് പണിയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഐ തിങ്ക് ഇവർക്കൊരു വലിയ ഹ്യൂജ് ഓഫ് ഹോസ്റ്റൽസ് ഇവർ ഇതെടുത്തേക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഓരോ ഹോസ്റ്റൽസിനും ഓരോ റിസപ്ഷൻ ഉണ്ട്. നമ്മൾ കുറേ ഹോസ്റ്റലുകളിൽ ഇപ്പം നമ്മുടെ റിസപ്ഷൻ അവിടെയാണെങ്കിൽ ചില ഹോസ്റ്റലിൻ്റെ റിസപ്ഷൻസൊക്കെ വേറെ മാറിയായിരിക്കും. നമുക്ക് തന്നേക്കുന്നത് ഇത്രയും ബിൽഡിങ്സിന് തന്നേക്കുന്ന റിസപ്ഷൻ അവിടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ പോകേണ്ടതൊക്കെ റിസപ്ഷനിലാണ്. പിന്നെ അവർ റിസപ്ഷനിലുള്ള ആളുകൾ തന്നെ കണ്ടക്ട് ചെയ്യും. ചിലപ്പോൾ എവറി മൺഡേ പിസ വിവി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ എവറി വീക്കെൻഡിൽ അവർ നടത്തുന്ന വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ റിസപ്ഷനോടുള്ള ബന്ധത്തിലുള്ള ആ ഒരു ചെറിയൊരു ഏരിയയിലാണ്. പിന്നെ ഒരു സർഫ് നടത്തുന്നുണ്ട്. 90 യൂറോ എങ്ങാണ്ടാണ് അവിടെ ചാർജ് വന്നിട്ട്. ആൻഡ് നമുക്ക് ഇവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോൾക്കാൻസിൻ്റെ ഇറക്ഷൻ സംഭവിച്ചേക്കുന്ന ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ അവിടേക്ക് പോകുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്തുകൊണ്ടും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഫെയർ എടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ തിങ്ക്. ഈ ഒരു ടൈമിൽ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് സ്കൂട്ടായിട്ട് രാത്രി കുറച്ച് നേരത്തെ വരാം. അങ്ങനെയാകുമ്പോൾ സ്വിമ്മിംഗ് പൂൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നതേക്ക് ടിൽ ദെൻ ബൈ.